ഇന്ന് ആഫ്റ്റർ ഓപ്ഷൻ ഫാമിലി, ആഫ്റ്റർ ഓപ്ഷൻ ട്രേഡ് ഫാമിലി, അതിൻ്റെ പെയ്ഡ് ഗ്രൂപ്പാണ്. ആഫ്റ്റർ ഓപ്ഷൻ പെയ്ഡ് ഫാമിലി 10 ട്രേഡുകളാണ് ഇന്ന് ഞങ്ങൾ എടുത്തത്. 8 പ്രോഫിറ്റിലാണ്, ഒരെണ്ണം ലോസിലും ഒരെണ്ണം കോസ്റ്റിലും. ശരിക്കും പറയുകയാണെങ്കിൽ 11 അതിൽ ഒരെണ്ണം SL ഇറ്റടിച്ചിട്ടുണ്ട്, അതായത് നിഫ്റ്റി. 11 വെച്ച് നോക്കുമ്പോൾ 2 ലോസിൽ കൊടുക്കണം, ഒരെണ്ണം കോസ്റ്റിൽ കൊടുക്കണം, അപ്പോഴും 8 പ്രോഫിറ്റാണ്. പക്ഷേ SL ഹിറ്റായതിനു ശേഷം തിരിച്ച് അതേ പ്രൈസിലേക്ക് വരികയാണെങ്കിൽ ഞങ്ങൾ റീ എൻട്രി എടുക്കുന്ന ഒരു സ്ട്രാറ്റജി ഉണ്ട്. അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ കൺഫ്യൂഷൻ ആക്കുന്നില്ല. ടോട്ടൽ 10 ലെവലാണെന്ന് വെച്ചോളൂ. അതിൽ പ്രോഫിറ്റ് 8, ലോസ് 1, കോസ്റ്റിൽ എക്സിറ്റ് 1. നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിൽ പണം നഷ്ടപ്പെടുത്തിയവരാണോ? ഇപ്പോഴും കൺസിസ്റ്റൻ്റായ പ്രോഫിറ്റിലേക്ക് നിങ്ങൾക്ക് എത്താൻ കഴിയുന്നില്ലേ? എങ്കിൽ ഞങ്ങൾ തരുന്ന മാർഗനിർദ്ദേശങ്ങൾക്കനുസരിച്ച് ട്രേഡ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ താഴെ ലിങ്കുണ്ട്, ഞങ്ങളോടൊപ്പം കൂടാം. ഓർക്കുക, നഷ്ടപ്പെട്ട വേഗത്തിൽ കിട്ടിക്കൊള്ളണമെന്നില്ല, എങ്കിലും നമ്മൾ തിരിച്ചു പിടിച്ചിരിക്കും. നിങ്ങൾ ലിങ്ക് വഴി ജോയിൻ ചെയ്തു കഴിഞ്ഞാൽ ആഫ്റ്റർ ഓപ്ഷൻ ട്രേഡ് എന്നുള്ള നമ്മുടെ ജനറൽ ചാനലിലേക്ക് ചേർക്കപ്പെടും. അവിടെ നിന്ന് നിങ്ങൾക്ക് പിൻ ചെയ്തു വെച്ചിരിക്കുന്ന മറ്റൊരു ലിങ്ക് കാണാൻ കഴിയും. ഇതാണ് ആ ലിങ്ക്. ഈ ലിങ്കിലൂടെ നിങ്ങൾക്ക് നമ്മുടെ മറ്റൊരു ഗ്രൂപ്പിലേക്ക് 3 ദിവസത്തെ സൗജന്യ സേവനം ഉപയോഗിക്കാം. അതിനുശേഷം തുടരണോ വേണ്ടയോ എന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. എല്ലാവർക്കും നമസ്കാരം. റിലയൻസ്, HDFC ബാങ്ക്, ഇൻഫോസിസ് എന്നീ 3 കമ്പനികളുടെ ചിറകിലേറി ഇന്ന് നിഫ്റ്റി സർവകാല റെക്കോർഡാണ് ക്രിയേറ്റ് ചെയ്തത്. ശക്തമായ ഡിസംബർ റിസൾട്ട്, അതുപോലെ US ഫെഡിൻ്റെ പലിശ നിരക്ക് കുറയ്ക്കാൻ സാധ്യത കൂടിയത്, പോസിറ്റീവ് മാക്രോ ഇക്കണോമിക്, ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള ഭരണ തുടർച്ചയെക്കുറിച്ചുള്ള പ്രതീക്ഷകൾ എന്നിങ്ങനെയുള്ള കാരണങ്ങൾ മാർക്കറ്റിന് അനുകൂലമായി എന്ന് വേണം കരുതാൻ. സെൻസെക്സിൻ്റെ വെള്ളിയാഴ്ച ക്ലോസിംഗ് ആയ 72,568 നിന്ന് 480 പോയിൻ്റ് 481 പോയിൻ്റ് ഗ്യാപ്പ് അപ്പിൽ 73,049 ഇന്ന് ഓപ്പൺ ചെയ്തത്. എക്കാലത്തെയും ഉയർന്ന റെക്കോർഡായ 73,402 ശേഷം പിന്നീട് 759 പോയിൻ്റ് പോസിറ്റീവിൽ 73,327 സെൻസെക്സ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ നിഫ്റ്റി 50യിലേക്ക് വരുമ്പോൾ വെള്ളിയാഴ്ച ക്ലോസ് ചെയ്ത 21,894, അതിൽ നിന്ന് 158 പോയിൻ്റ് ഗ്യാപ്പ് അപ്പിലാണ് രാവിലെ 22,053 ഓപ്പൺ ചെയ്തത്. ഇടയിൽ 22,115 ആൾ ടൈം ആയി ക്രിയേറ്റ് ചെയ്ത് അതിനുശേഷം 203 പോയിൻ്റ് പോസിറ്റീവായി 22,097 ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇന്ന് വിപ്രോ, ONGC, HCL ടെക്നോളജീസ്, ഇൻഫോസിസ്, അതേപോലെ ഭാരതി എയർടെൽ എന്നിവ നിഫ്റ്റിയിൽ നല്ല നേട്ടമാണ് ഉണ്ടാക്കിയത്. HDFC ലൈഫ്, ബജാജ് ഫിനാൻസ്, ബജാജ് ഫിൻസർവ്, ഹിൻഡാൽകോ ഇൻഡസ്ട്രീസ്, ഐഷർ മോട്ടോഴ്സ് എന്നിവ ഇന്ന് നഷ്ടത്തിലുമാണ്. ഇനി നിഫ്റ്റിയിലേക്ക് വരുമ്പോൾ നമ്മൾ ഇന്നലെ 22,100 മേലെ ഇന്ന് അല്ലെങ്കിൽ ഈ ആഴ്ച നിഫ്റ്റി എത്തും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. രാം മന്ദിർ ഇനാഗുറേഷൻ സെറിമണിയോടനുബന്ധിച്ചാണ് പറഞ്ഞത്. പക്ഷേ ഏതായിരുന്നാലും 22,114 തന്നെ ക്രിയേറ്റ് ചെയ്തു. ഒരു സമയം നമ്മൾ പറഞ്ഞ 22,104 ഒരുപാട് നേരം കൺസോളിഡേഷൻ ചെയ്തുകൊണ്ടാണ് പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ട് പോയത്. ഏതായിരുന്നാലും നമ്മുടെ റെസിസ്റ്റൻസ് നന്നായി തന്നെ ആക്ട് ചെയ്തു. ഇനി സപ്പോർട്ട് പറയുകയാണെങ്കിൽ 22,080 ഇമ്മീഡിയറ്റ് സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യും. രണ്ടാമത് 21,960, മൂന്നാമത് 21,920 സപ്പോർട്ടാണ്. അതേപോലെ റെസിസ്റ്റൻസ് നോക്കുകയാണെങ്കിൽ 22,120 ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് ആയിരിക്കും. രണ്ടാമത് 22,160, മൂന്നാമത് 22,200 റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി ബാങ്ക് നിഫ്റ്റിയിലേക്ക് വരുമ്പോൾ 48,140 ആയിരിക്കും ഇമ്മീഡിയറ്റ് സപ്പോർട്ട്. സെക്കൻഡ് 48,040, തേർഡ് 47,950 എന്നിങ്ങനെ ആക്ട് ചെയ്യും. ഇനി റെസിസ്റ്റൻസ് നോക്കുകയാണെങ്കിൽ 48,270 ഫസ്റ്റ് റെസിസ്റ്റൻസും
48,350 സെക്കൻഡും 48,450 തേർഡും. ഇനി അവിടെ നിന്ന് പോവുകയാണെങ്കിൽ 48,630 നാലാമതായിട്ടും റെസിസ്റ്റൻസ് ആക്ട് ചെയ്യും. നമ്മൾ ഇന്നലെ പറഞ്ഞത് 2 സ്റ്റോക്കുകളാണ്. ഒന്ന് സൺഫാർമ നമ്മൾ പറഞ്ഞത് 1330 ഒരു ബൈ എൻട്രി ആയിരുന്നു. 1330 ബൈ എൻട്രി എടുക്കാൻ നമുക്ക് ചാൻസ് കിട്ടി. അത് 1327 സ്റ്റോപ്പ് ലോസ് വെക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ സ്റ്റോപ്പ് ലോസ് വെക്കേണ്ട ആവശ്യം വന്നില്ല. 1333, 36, 38 എന്നിങ്ങനെയാണ് നമ്മൾ ടാർഗറ്റ് പറഞ്ഞിരുന്നത്. അതിൽ നിന്ന് നമ്മുടെ ടാർഗറ്റിനടുത്ത് തന്നെ ഏകദേശം 1338 പോയിൻറ്റ് സംതിങ് പോയിട്ടുണ്ട്. നമ്മൾ 1338 ലാസ്റ്റ് ടാർഗറ്റ് പറഞ്ഞിരുന്നത്. അതുകൊണ്ട് അതിൽ നല്ലൊരു പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ കഴിഞ്ഞു എന്ന് പ്രതീക്ഷിക്കുന്നു. രണ്ടാമത് പറഞ്ഞത് കൊട്ടക് ബാങ്കാണ്. കൊട്ടക് ബാങ്ക് 1843 ഒരു എൻട്രി പറഞ്ഞിരുന്നത്. 1843 നമുക്ക് നല്ലൊരു എൻട്രി ലഭിച്ചു. കാരണം 1843 ഓപ്പൺ ചെയ്ത് തന്നെ പിന്നീട് അവിടുന്ന് താഴത്തേക്ക് വന്നിട്ട് പിന്നീട് മേലെ പോവുകയായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്കത് കൂളായിട്ട് എൻട്രി കിട്ടി. നമ്മൾ ലാസ്റ്റ് പറഞ്ഞ ടാർഗറ്റ് 58.50, അതായത് 1858.50 പൈസയായിരുന്നു. 1853 വരെ പോയിട്ടുണ്ട്. നമ്മൾ സെക്കൻഡ് ടാർഗറ്റ് 54 ഏകദേശം സെക്കൻഡ് ടാർഗറ്റിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഏതായിരുന്നാലും അതിലും പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് നാളത്തേക്കുള്ള സ്റ്റോക്കുകൾ പരിചയപ്പെടാം. ഒന്നാമത്തേത് ഗ്ലെൻമാർക്കാണ്. ഗ്ലെൻമാർക്കിൽ ഈ ഒരു റേഞ്ച് നിങ്ങൾ നോട്ട് ചെയ്യുക. 913.40, 913. നമുക്ക് നാളെ 917.50 ബൈ എൻട്രിക്കുള്ള ചാൻസ് ഉണ്ട്. 917.50. സ്റ്റോപ്പ് ലോസ് 913 വെക്കാവുന്നതാണ്. ടാർഗറ്റ് നോക്കുകയാണെങ്കിൽ 922, 25, അതേപോലെ 929 വരെ നിങ്ങൾക്ക് ടാർഗറ്റ് വെക്കാവുന്നതാണ്. ഇത് നിങ്ങളുടെ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യാം. രണ്ടാമത്തേത് ഡിക്സൺ ആണ്. നല്ലൊരു അണ്ടർലൈൻ സപ്പോർട്ടാണ്. ഈ സപ്പോർട്ട് നാളെ ഉടച്ച് താഴെ വരികയാണെങ്കിൽ, മാത്രമല്ല ഇവിടെ നമുക്കൊരു ചെറുതായിട്ടൊരു ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ ഫോം ആയ പോലെ ഒരു സംഗതി കൂടെ തോന്നുന്നുണ്ട്. അതുകൊണ്ട് നാളെ താഴെ വരികയാണെങ്കിൽ നമുക്കൊരു സെൽ സൈഡ് എടുക്കാവുന്നതാണ്. 6305 സെൽ എൻട്രി കൊടുക്കാം. 6329 നമുക്കൊരു സ്റ്റോപ്പ് ലോസ് വെക്കാം. ടാർഗറ്റ് 6276, 6261, 6247 എന്നിങ്ങനെ 3 ടാർഗറ്റ് നമുക്ക് വെച്ച് മുന്നോട്ട് പോകാം. സ്റ്റോപ്പ് ലോസ് മസ്റ്റായിട്ട് നിങ്ങൾ കീപ്പ് ചെയ്യണം. സുഹൃത്തുക്കളെ, ഈ 2 സ്റ്റോക്കുകൾ നിങ്ങളുടെ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യാവുന്നതാണ്. ട്രേഡുകൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾ സ്വയമായി അനലൈസ് ചെയ്ത് പൂർണ്ണമായ ആത്മവിശ്വാസത്തോടെ എടുക്കാൻ ശ്രമിക്കുക. ഇത് ഒരു എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ് ഞാൻ പറഞ്ഞു തരുന്നത്. നിങ്ങൾ പഠിക്കുക, പഠിച്ചുകൊണ്ട് ട്രേഡിലേക്ക് ഇറങ്ങാൻ ശ്രമിക്കുക. ഒരുപാട് പണം നഷ്ടപ്പെടാനുള്ള ഒരു മേഖലയാണിത്. അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധാപൂർവം നിങ്ങൾ ട്രേഡുകൾ എടുക്കാൻ ശ്രമിക്കുക. ഓക്കെ, ബൈ.